ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും നാരായണീയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രീമദ് നാരായണീയത്തിലെ 1-ാമത്തെ ദശകം തൊട്ട് 4-ാമത്തെ ദശകം വരെയുള്ള എല്ലാ ശ്ലോകങ്ങളും നമ്മൾ ഓരോ ശ്ലോകങ്ങളായിട്ട് അർത്ഥസഹിതം മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ വീഡിയോസ് ഞാൻ പ്ലേ ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണൂ. ഇന്ന് നമ്മള് നാരായണത്തിലെ 5-ാമത്തെ ദശകം ആരംഭിക്കുകയാണ്. അതിലത്തെ ആദ്യത്തെ ശ്ലോകം ചൊല്ലിയിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാക്കാം. ഈ 5-ാമത്തെ ദശകത്തില് നമ്മള് മഹാപ്രളയം കഴിഞ്ഞിട്ടുള്ള പുതിയ സൃഷ്ടിയെ പറ്റിയിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ഈ 1-ാമത്തെ ശ്ലോകത്തില് ഈ മഹാപ്രളയം നടക്കുമ്പോഴുള്ള അവസ്ഥയെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. മഹാപ്രളയം എന്ന് പറയുമ്പോ ഈ ബ്രഹ്മാവിന്റെ 100 വർഷത്തെ ആയുസ് കഴിഞ്ഞിട്ട് ഒരു പ്രളയം ഉണ്ടാവും. അല്ലാതെ ബ്രഹ്മാവിന്റെ ഒരു പകല് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രളയം ഉണ്ടാവും, അതല്ല, അത് നൈമിത്തിക പ്രളയം. ഇത് ബ്രഹ്മാവിന്റെ 100 വർഷത്തെ ആയുസ് കഴിഞ്ഞിട്ടുണ്ടാവുന്ന പ്രളയം. അത് കഴിഞ്ഞിട്ട് ആ ബ്രഹ്മാവിന് എത്ര വയസ്സ്, 100 വയസ്സ് വരെയാണുള്ള ആയുസ്, അത് അത്രയും ദിവസം തന്നെ പ്രളയം ഉണ്ടാവും. ഈ ബ്രഹ്മാവിന്റെ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൊല്ലം പോലെയല്ല. ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് തന്നെ 2000 ചതുർയുഗാണ്. അപ്പൊ അങ്ങനെ ഒരു വർഷം, അങ്ങനെ 100 വർഷം, അതാണ് ബ്രഹ്മാവിന്റെ. അപ്പൊ നമുക്കതൊന്നും ചിന്തിക്കാനേ പറ്റില്ല. അത്രയ്ക്കും കോടാനുകോടി കൊല്ലങ്ങളാണ്. അപ്പോ ആ സമയത്തുള്ള, ആ പ്രളയ സമയത്തുള്ള ആ അവസ്ഥയാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ശ്ലോകം ഒന്ന് ചൊല്ലിയിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാക്കാം കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക്പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതോ തുയ്യാഗദായാം ലയം നോ മൃത്യുശ്ച തദാമൃതശ്ച സമഭൂത് നാനോ ന രാത്രേ സ്ഥിതി തത്രേകസ്ത്വമശിഷ്യതാ കില പരാനന്ദ പ്രകാശാത്മനാ. അപ്പോ നമുക്ക് ഓരോ വാക്കുകളായിട്ട് അർത്ഥം നോക്കാം. വ്യക്തമിദം ന കിഞ്ചിദഭവത്. വ്യക്തവും അവ്യക്തവുമായിട്ടുള്ളത്. വ്യക്തം എന്ന് പറയുന്നത് സ്ഥൂലമായത്, അവ്യക്തം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായത്. ഇദം ന കിഞ്ചിദഭവത്. ഈ പ്രപഞ്ചത്തില് അതൊന്നും ഉണ്ടായിരുന്നില്ല. പ്രാകൃത പ്രക്ഷയെ. പ്രാക് എന്ന് പറയുന്നതാണ് വളരെ മുമ്പ്. പ്രാകൃത പ്രക്ഷയെ പറഞ്ഞ പ്രളയകാലത്ത്, ആ വളരെ മുമ്പ്, ആ പ്രളയകാലത്ത് ഈ ഇവിടെ സൂക്ഷ്മവും സ്ഥൂലവുമായ ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തില് ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. മായായാം ഗുണസാമ്യരുദ്ധ വികൃതോ ത്വയ്യാഗദായാം ലയം. മായായാം, ആ മായയില് ഗുണസാമ്യ. അപ്പോ ഗുണസാമ്യ രുദ്ധ വികൃതോ, മായയില് നമ്മള് 3 ഗുണങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, 3 ഗുണങ്ങളുണ്ട്. അപ്പൊ ആ 3 ഗുണങ്ങള് മായയിൽ ഇങ്ങനെ സന്തുലിതമായ അവസ്ഥയിൽ ഒരേ അളവില് ഉണ്ട്. ഒരേ അളവിലാണ് ഇപ്പൊ ഉള്ളത്. ഒരേ അളവില് ഒപ്പം. അപ്പോ അതാണ് പറയുന്നത് ഗുണസാമ്യരുദ്ധം. ഗുണസാമ്യം എന്ന് പറഞ്ഞ ആ മായയിലെ ഗുണസാമ്യം കാരണം രുദ്ധവികൃതവും. രുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തടയുക, വികൃതവും ആ വികൃതിയെ തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഈ മായയില് ഈ 3 ഗുണങ്ങളും
ഒരേപോലെയല്ലേ നിൽക്കുന്നത്. അപ്പോ ആ മൂന്ന് ഗുണങ്ങളും മായയിൽ ഇളകി മറിയുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? പുതിയ സൃഷ്ടി ഉണ്ടാവുന്നത്. അപ്പൊ മായയില് അത് അസന്തുലിതമാവണം. ആ മൂന്ന് ഗുണങ്ങളും മായയിൽ അസന്തുലിതമാവുമ്പോഴാണ് പുതിയ സൃഷ്ടി ഉണ്ടാവുക. അപ്പൊ മായയിൽ ഒരേപോലെയാണ്, അത് ഒരേ അളവിലാണുള്ളതെങ്കിൽ അവിടെ സൃഷ്ടി ഉണ്ടാവുന്നില്ല. അപ്പോ എന്താ ഉണ്ടാവുന്നത്? അതാണ് പറയുന്നത് രുദ്ധവികൃതവും എന്ന് പറയുന്നത്. അപ്പോ തൊയ്യാഗതായാം ലയം. അപ്പൊ മായയില് ഒരേപോലെ പിന്നെ ആ മൂന്ന് ഗുണങ്ങൾ ഉള്ളത് കാരണം എന്തുണ്ടാവുന്നു? ആ മായ പോയിട്ട് എന്ത് ചെയ്തു? തൊയ് ലയം ആഗതായം. ആ മായ പോയിട്ട് ആ നിദ്രവടിയില് ലയിച്ചു. ആ നിദ്രവടിയിൽ പോയി ലയിച്ചു ചേർന്നപ്പോ അവിടെ പിന്നെ എന്തുണ്ടായില്ല? ആ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള ഒന്നും തന്നെ ആ പ്രകൃതിയിൽ ആ പ്രപഞ്ചത്തില് ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ്. അതാണ് ഈ ലൈൻ്റെ അർത്ഥം. അപ്പോ അങ്ങനെ മായ ആ നിദ്രവടിയിൽ പോയി ലയിച്ചപ്പോ നോ മൃത്യുശ്ച തഥാമൃതം ച സമഭൂത് നാനോന രാത്രി സ്ഥിതി. നോ മൃത്യുശ്ച, മൃത്യു പറഞ്ഞാണ് മരണം ഉണ്ടായില്ല. തഥാ ആ മായ പോയിട്ട് ആ നിദ്രവടിയിൽ ലയിച്ചപ്പോ തഥാ അപ്പോൾ അമൃതശ്ച ആ മോക്ഷവും ഉണ്ടായില്ല. അമൃതം പറഞ്ഞ മോക്ഷവും ഉണ്ടായില്ല. സമഭൂത്ത് പറഞ്ഞ ഉണ്ടായില്ല, സംഭവിച്ചില്ല. അവിടെ മൃത്യുവും ഉണ്ടാവുന്നില്ല, മോക്ഷവും ഉണ്ടായില്ല എന്ന് പറയുകയാണ്. മായ പോയിട്ട് മായ നിദ്രവടിയിൽ ലയിച്ചപ്പോൾ, ലയം പ്രാപിച്ചപ്പോൾ അവിടെ എന്തുണ്ടായില്ല? മൃത്യുശ്ച അമൃതശ്ച. നോ മൃത്യുശ്ച നോ അമൃതശ്ച. അവിടെ മൃത്യുവും ഉണ്ടായില്ല, മരണവും ഉണ്ടായില്ല, മോക്ഷവും ഉണ്ടായില്ല. സമഭൂത് നാനേന രാത്രി. അതൊന്ന് പദം പിരിക്കുമ്പോ സമഭൂത് പ്ലസ് ന പ്ലസ് അന്നേ പ്ലസ് ന പ്ലസ് രാത്രി, അങ്ങനെയാണ് പദം പിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്താ ഉണ്ടാവാതിരുന്നത് അവിടെ? ന അന്നേ, അന്ന പറഞ്ഞ എന്താണ്? അവിടെ പകലും ഉണ്ടായില്ല, രാത്രിയും ഉണ്ടായില്ല. രാത്രിയുടെയും പകലിന്റെയും സ്ഥിതി ഉണ്ടായില്ല എന്ന് പറയാണ്. ദിനരാത്രങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം ഈ സൂര്യനും ചന്ദ്രനും എല്ലാം ഈ പരബ്രഹ്മത്തിൽ ലയിച്ചുല്ലോ. അപ്പൊ പിന്നെ ഉദയം അസ്തമനമൊക്കെ എങ്ങനെ ഉണ്ടാവുക? ഒന്നും ഉണ്ടായില്ല. അപ്പൊ രാത്രിയും പകലും ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എന്ന് പറയാണ്. പിന്നെ അവിടെ എന്താണ് ഉണ്ടായിരുന്നത്? തത്രൈകസ്ത്വമശിഷ്യതാ കില പരാനന്ദ പ്രകാശാത്മന. അത് പദം പിരിക്കുമ്പോ തത്ര പ്ലസ് ഏക പ്ലസ് ത്വം പ്ലസ് അശിഷ്യത. തത്ര അവിടെ പിന്നെ ഏക ആ ഒരേ ഒന്ന് എന്താണ്? ത്വം ആ ബ്രഹ്മം മാത്രം, അശിഷ്യത ബാക്കിയായി. അവിടെ ആ ബ്രഹ്മം മാത്രമാണ് അപ്പോൾ ബാക്കിയായത്. ബാക്കിയെല്ലാം എന്തായി? ആ പരബ്രഹ്മത്തില് പോയിട്ട് ലയിച്ചിരിക്കുകയാണ്. ഒന്നുമില്ല, പിന്നെ ബാക്കി ഒന്നുമില്ല. ആ ഖില പറഞ്ഞു കഴിഞ്ഞാല് ബാക്കിയായി പോലും എന്നാണ്, ബാക്കിയായി പോലും. ആ പരബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്ന് പറയുകയാണ്. അപ്പോ ആ പരബ്രഹ്മം എന്താ? പരാനന്ദ പ്രകാശാത്മന, ആ പരാനന്ദ പ്രകാശമായിട്ട് ഇങ്ങനെ, പരപ്രകാശ സ്വരൂപമായിട്ട് ഇങ്ങനെ തേജസ്സോടുകൂടി ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് അവിടെ. ആ പരബ്രഹ്മം മാത്രമേ അപ്പൊ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുകയാണ്, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താ പറയണെന്ന് വെച്ചാൽ പ്രാകൃത പക്ഷേ, ആ വളരെ മുമ്പ് ഒരു പ്രളയകാലത്ത് മായായ ഗുണസാമ്യ രുദ്ധവികൃതോ, ആ മായയില് ആ മൂന്ന് ഗുണങ്ങള് ഒരേപോലെ സന്തുലിതമായി നിൽക്കുന്നത് കാരണം എന്തുണ്ടായില്ല? പുതിയ സൃഷ്ടി ഉണ്ടായില്ല. അപ്പോ ആ മായ പോയിട്ട് എന്ത് ചെയ്തു? ആ പരബ്രഹ്മത്തില് ആ നിദ്രവടിയില് ലയിച്ചപ്പോൾ എന്താണ്? വ്യക്താവ്യക്തമിതം ന കിഞ്ചിതഭവത്. ആ സ്ഥൂലവും സൂക്ഷ്മവുമായ ആ ഒന്നും തന്നെ അവിടെ ആ പ്രപഞ്ചത്തിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. പിന്നെന്താണ്? ന മൃത്യുശ്ച ന അമൃതംശ്ച. അവിടെ മരണവും ഉണ്ടായിരുന്നില്ല, മോക്ഷവും ഉണ്ടായിരുന്നില്ല. പിന്നെന്താണ്?
രാത്രിയുടെയും പകലിന്റെയും അവസ്ഥയും ഉണ്ടായിരുന്നില്ല, സ്ഥിതിയും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തു മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ? ആ ഏകത്വം, ആ ഒരേ ഒരു ആ ബ്രഹ്മം മാത്രമാണ് അവിടെ ഉണ്ടായത്. ആ പരമാനന്ദ പ്രകാശാത്മക സ്വരൂപമായിട്ടുള്ള ആ പരബ്രഹ്മം മാത്രമാണ് അവിടെ അപ്പോൾ ഉണ്ടായിരുന്നത്. വേറെ ഒന്നും, അതിങ്ങനെ തേജസ്സോടുകൂടി ആ ബ്രഹ്മം മാത്രം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ബാക്കിയെല്ലാം അതിൽ ലയിച്ചു ചേർന്നു എന്ന് പറയാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ ഞാൻ ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. വ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക്പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച സദാ മൃതശ്ച സമഭൂത് നാനോ നരാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യതാഖില പരാനന്ദ പ്രകാശാത്മനാ. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.